ഒരു ദിവസം രാവിലെ കണ്ണപ്പനൊരു മോഹം യമുന നദി ഒന്ന് കാണണമെന്ന്. കുറേ നിർബന്ധിച്ചപ്പോൾ യശോദമ്മ പറഞ്ഞു, കാണാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ, ഇറങ്ങാനേ പാടില്ല. അപ്പോൾ കണ്ണപ്പൻ പറഞ്ഞു, ഇല്ല അമ്മ, ഞാൻ ഇറങ്ങിയില്ല, ഞാൻ വേഗം വരാമെന്ന്. പക്ഷേ നദിയിലെത്തിയപ്പോൾ കണ്ണപ്പൻ്റെ സ്വഭാവം മാറി. നന്ദഗോപനെ പിടിച്ച് കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ദയവ് ചെയ്ത് ഞാൻ വെള്ളത്തിൽ ഇറങ്ങട്ടെ, ഞാൻ കുറുമ്പ് കാണിക്കില്ല, ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ വെറുതെ ഒന്ന് ഇറങ്ങിയുള്ളൂ പറഞ്ഞു. നന്ദഗോപൻ വിശ്വസിച്ച് ഇറങ്ങാൻ വേണ്ടിയിട്ട് കണ്ണപ്പനെ വിട്ടു. കണ്ണപ്പൻ ഇറങ്ങി, കണ്ണപ്പൻ കളി തുടങ്ങി, മേത്തൊക്കെ വെള്ളമായി. അപ്പോൾ കണ്ണപ്പന് മനസ്സിലായി, എനിക്ക് എന്തായാലും ഇന്ന് ചീത്ത കേൾക്കും അമ്മയുടെ അടുത്ത് നിന്ന്. അങ്ങനെ എനിക്ക് മാത്രം ചീത്ത കേട്ടാൽ പോരല്ലോ, നന്ദഗോപനോടും കിട്ടണം, നന്ദഗോപനോടും ഇതിലേക്ക് ഇറക്കാം എന്ന് വിചാരിച്ചിട്ട് കണ്ണപ്പൻ എന്തു ചെയ്തു? കണ്ണപ്പൻ അയ്യോ ഞാൻ മുങ്ങിപ്പോണേ, ഞാൻ മുങ്ങിപ്പോണേ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് അഭിനയിച്ചു. പാവം നന്ദഗോപൻ ഓടി ചെന്ന് പിടിക്കാൻ നോക്കിയപ്പോൾ കണ്ണൻ പിടിച്ച് വലിച്ച് നന്ദഗോപന് വെള്ളത്തിലേക്ക് ഇട്ടു. അങ്ങനെ രണ്ടുപേരും നനഞ്ഞു. പോവാറായപ്പോൾ കണ്ണൻ ഓടി വേഗത്തിൽ എന്നിട്ട് യശോദയുടെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, അമ്മ ഞാൻ വേണമെന്ന് വെച്ചിട്ട് കളിച്ചതല്ല, നന്ദഗോപൻ എന്നെ പിടിച്ച് വലിച്ച് വെള്ളത്തിലിട്ടതാ, അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി നനഞ്ഞതാ, എൻ്റെ തെറ്റല്ല. നന്ദഗോപൻ കുറേ പറയാൻ ശ്രമിച്ചു, പക്ഷേ യശോദ വിശ്വസിച്ചില്ല. യശോദ കണ്ണപ്പനെയല്ലേ വിശ്വസിക്കുള്ളൂ, യശോദയുടെ കണ്ണപ്പനല്ലേ.